തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ മോളി ദേവസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മട്ടാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് വി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവിത പന്ഥാവിലേക്ക് അതിനുവേണ്ടി പ്രയത്നിച്ച കുറെ ജനങ്ങളുണ്ട്, കുറെ നേതാക്കന്മാരുണ്ട്. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ബാബുജി ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആയുധം നമുക്ക് എല്ലാവർക്കും അറിയാം, നോൺ വയലൻസ്, അഹിംസ. അഹിംസ കൊണ്ട് ജയിക്കുകയല്ല, അഹിംസ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നും നമുക്കില്ല എന്ന് തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കിക്കൊണ്ട് തെളിയിച്ച ഒരു മഹത് വ്യക്തി. സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ, അത് ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും? നമ്മളൊരു തത്തമര കൂട്ടിൽ പിടിച്ചിട്ടാലേ ആ തത്തമ്മയുടെ ഇഷ്ടത്തിന് പറക്കാനോ അതിനിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ സാധിക്കുമോ? അതേപോലെ നമ്മുടെ രാജ്യവും ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ആയിരുന്ന അവസ്ഥയിൽ അന്ന് അനുഭവിച്ച ജനങ്ങൾ എന്തെല്ലാം വേദനകൾ സഹിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്നീ കാണുന്ന നമ്മ എന്ത് ഭക്ഷിക്കണം, നമ്മ എന്ത് ഉടുക്കണം, നമ്മൾ എന്ത് ധരിക്കണം എന്നെല്ലാം നമുക്ക് അവകാശം മേടിച്ചു തരാൻ എത്ര പേര് ചോര ചിന്തി ഈ ഭൂമിയിൽ മരിച്ചിട്ടുണ്ടാവും. ദേശീയ ബോധവും ദേശീയതയും വാനോളം ഉയർന്നു നിൽക്കുകയാണ്. ജാതിമത വർഗ ചിന്തകൾക്കപ്പുറം നമ്മെ ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തീർച്ചയായും ഇതുപോലുള്ള ആഘോഷങ്ങൾ അതിന് ശക്തി പകരും. ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വികാരത്തിലേക്ക് പറന്നുയർന്ന ദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ഈ ദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള നമ്മുടെ പൂർണ്ണ സ്നേഹവും പ്രകടമാകുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവൻ ത്യാഗത്തിന്റെയും ഫലമാണ്. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. കൊച്ചി നഗരസഭാ കൗൺസിലർ ഷീബ ഡുറോം, PTA പ്രസിഡന്റ് റോണി റാഫേൽ,
തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജയലാൽ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മിനി PA, അധ്യാപിക ലിൻഡ DP, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അമല മേരി എന്നിവർ സംസാരിച്ചു. മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ് ജെൻഡർ വല്ലോ ന്യൂസ് ടുഡേ തോപ്പുംപടി.